friends, welcome back to IMA Matrix. IMA Matrix എന്ന യൂട്യൂബ് ചാനലിൽ നമ്മൾ ഇന്നൊരു പുതിയ സെഷൻ ആരംഭിക്കുകയാണ്. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു പുതിയ സെഷനാണ് കൂടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ 10 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ റൂൾസും അതുമായി ബന്ധപ്പെട്ടുള്ള വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. മുമ്പ് PSC ചോദിച്ചിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ പണ്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലായിരുന്നു. ഇപ്പോൾ ആ രീതിയിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം വാട്സാപ്പിലും ടെലിഗ്രാമിലും നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. എൻ്റെ പേര് ഇസ്മായിൽ കാലടി. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് IMA മാട്രിക്സ്. ഓരോ ലെസണിലും ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 10 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുമാണ് ലാസ്റ്റ് സമ്മറി ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഐ ലുക്ക് ഫോർവേഡ് ടു ഡാഷ് യു അഗെയിൻ. ഞാൻ നോക്കി കാണുന്നത് നിന്നെ ഇനിയും കാണുന്നത് എന്നുള്ള അർത്ഥത്തിലായിരിക്കും വേർഡ് വരെ. ഓപ്ഷൻസ് ഉള്ളത് ഓപ്ഷൻ എ സി, ഓപ്ഷൻ ബി സോ, ഓപ്ഷൻ സി ഹാവ് സീൻ, ഓപ്ഷൻ ഡി സീയിങ്. ഈ ലുക്ക് ഫോർവേഡ് ടു എന്ന പ്രയോഗം ഒരൊറ്റ കമ്പൈൻഡ് ആയിട്ട് വരുന്ന ഒരു പ്രയോഗമാണ്. ലുക്ക് ഫോർവേഡ് ടു എന്നുള്ള ആ പ്രയോഗം വന്നിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുക ഒരു വേർബിന്റെ ING ഫോമാണ്. ഒരു ഏതാണോ വേർബ് അതിന്റെ ING ഫോമാണ് അവിടെ യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ ലുക്ക് ഫോർവേഡ് ടു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏതാണ്? ING ഫോം ഏത് മാത്രമാണ് ഓപ്ഷൻസിലുള്ളത്? സീയിങ് മാത്രമേ ഓപ്ഷൻസിലുള്ളൂ. അപ്പൊ ഈ ക്വസ്റ്റിന്റെ റൈറ്റ് ആൻസർ ഐ ലുക്ക് ഫോർവേഡ് ടു സീയിങ് യു അഗെയിൻ. ഓപ്ഷൻ ഡി സീയിങ് ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ് ഇതാണ്. ലുക്ക് ഫോർവേഡ് ടു എന്ന പ്രയോഗം വന്നാൽ അതിനുശേഷം നമ്മൾ വേർബിന്റെ അല്ലെങ്കിൽ ക്രിയയുടെ ING രൂപമാണ് യൂസ് ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് പോവാം. They made the car in Germany. Dash. Did they? Do they? Didn't any? Didn't they? ഇവിടെ എന്താണ് ചോദ്യം? അവർ കാറുകൾ ജർമ്മനിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മെയ്ഡ് ആണ് യൂസ് ചെയ്തത്, പാസ്റ്റ് ഫോം ആണ്. നമുക്ക് ആവശ്യം ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അപ്പൊ നമുക്കറിയാം ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ നോർമലി അപ്ലൈ ചെയ്യുന്ന ലോജിക്, ഫസ്റ്റ് ലോജിക് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ് സെന്റൻസ് എങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ എന്തായാലും ഡിഡ് ദേയും അല്ല ഡു ദേയും അല്ല, കാരണം അത് രണ്ടും പോസിറ്റീവ് ആണ്. അതിലൊരു നോട്ട് എന്ന് പറഞ്ഞുള്ള വേർഡ് വരുന്നില്ല. പിന്നെ നമുക്ക് 2 ഓപ്ഷൻസേ ബാക്കിയുള്ളൂ, ഡിഡിൻ എനി, ഡിഡിൻ ദേ. അപ്പൊ ഇവർ ആരാണ് ഇവിടെ കാർ മേക്ക് ചെയ്തത്? നമ്മൾ ചോദ്യം വരുമ്പോൾ എങ്ങനെയാണ് ചോദിക്കുക? അവര് കാറുകൾ ഉണ്ടാക്കി. അപ്പൊ അവരുണ്ടാക്കിയോ എന്നുള്ള രീതിയിലാണ് ചോദ്യം വരിക. അപ്പൊ നമ്മൾ ഏതായിരിക്കും ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആയിരിക്കും. ഡിഡിൻ ദേ ആയിരിക്കും ഇതിന്റെ റൈറ്റ് ആൻസർ വരുന്നത്. ഈ ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ ഡിഡിൻ ദേ. ദേ മേഡ് ദ കാർ ഇൻ ജർമ്മനി. ഡിഡിൻ ദേ. ഓപ്ഷൻ ഡി ആയിരിക്കും റൈറ്റ് ആൻസർ വരുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹിസ് ഫാദർ അഡ്വൈസ്ഡ് രാജ് ഡാഷ് സോഫ്റ്റ് ഡ്രിങ്ക്. എന്താണ് ഓപ്ഷൻസ് ഉള്ളത്? നോട്ട് ടു, ഡു നോട്ട്, നോട്ട്, ഷുഡ് നോട്ട് ആണ് ഓപ്ഷൻസ് ഉള്ളത്. ഇതിന്റെ മൊത്തത്തിലുള്ള അർത്ഥം നമുക്ക് ഏകദേശം ഗസ് ചെയ്യാൻ പറ്റും. ഫാദർ, രാജിന്റെ ഫാദർ അവനോട് സോഫ്റ്റ് ഡ്രിങ്ക്സ് യൂസ് ചെയ്യരുത് എന്ന് അഡ്വൈസ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഓൾറെഡി ഒരു മെയിൻ വേർബ് ഇവിടെ വന്നു കഴിഞ്ഞു. എന്താണ്? അഡ്വൈസ്ഡ് എന്ന് വന്നു കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ഡു നോട്ടോ ഷുഡ് നോട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് നമ്മൾ യൂസ് ചെയ്യാൻ മെയിൻ വേർബിന്റെ കൂടെയാണ്. ആ മെയിൻ വേർബ് ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നോട്ട് ടു ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ്. ഹിസ് ഫാദർ അഡ്വൈസ്ഡ് രാജ് നോട്ട് ടു യൂസ് സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നുള്ള രീതിയിലാണ് ഓപ്ഷൻ വരുന്നത്. ഇതാണ് ഹിസ് ഫാദർ അഡ്വൈസ്ഡ് രാജ് നോട്ട് ടു യൂസ് സോഫ്റ്റ് ഡ്രിങ്ക്സ്. ക്വസ്റ്റ്യൻ നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, നോട്ട് ടു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. I took a shower dash and got into that car. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും ഉത്തരം. ഓപ്ഷൻ എ ക്യുക്ക്, ഓപ്ഷൻ ബി ക്യുക്ലി, സി ഡബിൾ ക്യുക്ക്, ഡി നൺ ഓഫ് ദിസ്. ഞാൻ കുളിച്ചു എന്നിട്ട് കാറിലേക്ക് കയറി എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആ കുളിച്ചു എന്നുള്ള ആ പ്രയോഗത്തിന് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കാണ് നമുക്ക് ആവശ്യം. ഒരു I took a shower ക്വിക്ലി എന്നാണ് പറയുന്നത്. ഞാൻ പെട്ടെന്ന് കുളിച്ചു എന്നുള്ള രീതിയിലാണ്. അതായത് നമ്മൾ ഇതിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ് ചെയ്യുക. ഈ ഷവർ നമ്മൾ ചെയ്ത ഈ പ്രവൃത്തിയോട് ഒരു ചോദ്യം ചോദിക്കും. ഞാൻ എങ്ങനെ കുളിച്ചു? പെട്ടെന്ന് കുളിച്ചു. ക്വിക്ലി ആയിരിക്കും അപ്പൊ റൈറ്റ് ആൻസർ. അപ്പൊ ഇതിന്റെ റൈറ്റ് ആൻസർ ഐ ടുക്ക് എ ഷവർ ക്വിക്ലി ആൻഡ് ഗോട്ട് ഇൻ ടു ദാറ്റ് കാർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. It is one of the most popular bikes dash the world.
അത് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ബൈക്കുകളിൽ ഒന്നാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനത്തെ കേസിൽ ഇവിടെ ഏത് ഡിഗ്രിയാണ് നമ്മൾ യൂസ് ചെയ്തത്? സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്, ഏറ്റവും മേലെ എന്നുള്ള അർത്ഥത്തിലുള്ള മോസ്റ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ വേർഡ് സൂപ്പർലേറ്റീവ് ഡിഗ്രി വരുന്ന ഒരു സെന്റൻസിൽ അവസാനത്തിൽ നമുക്കൊരു പ്രിപ്പോസിഷൻ യൂസ് ചെയ്യണമെങ്കിൽ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ ആണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ബൈക്സ് ഇൻ ദ വേൾഡ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം എന്താണ്? ഇവിടെ സൂപ്പർലേറ്റീവ് ഡിഗ്രി വന്നു. സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉള്ള ഒരു സെന്റൻസിന്റെ അവസാനത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ എന്തായിരിക്കും? ഇൻ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6th question. I dashed the film in Bangalore last month. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് മുമ്പ് സോൾവ് ചെയ്തിട്ടുണ്ട്. അതായത് ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് നൈറ്റ്, യെസ്റ്റർഡേയില, അങ്ങനത്തെ രീതിയിൽ. അതായത് അതിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അത് പാസ്റ്റിൽ നടന്നിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള കാര്യം. അതിൽ തന്നെ പാസ്റ്റിൽ തന്നെ സിമ്പിൾ പാസ്റ്റിൽ യൂസ് ചെയ്യുന്ന സെന്റൻസ് ആണ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുക. ഒരു പ്രത്യേകിച്ചൊരു അർത്ഥം കിട്ടുന്ന ഒരു സെന്റൻസിൽ പഴയ സംഭവമാണെന്ന് നമുക്ക് ഓൾറെഡി ക്ലിയർ ആക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് മന്ത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനത്തെ ഇതിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റിന്റെ ഫോം ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഏതായിരിക്കും റൈറ്റ് ആൻസർ? ഐ സോ ദ ഫിലിം ഇൻ ബാംഗ്ലൂർ ലാസ്റ്റ് മന്ത്. ഞാൻ കഴിഞ്ഞ മാസം ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഫിലിം കണ്ടു എന്നാണ് അതിന്റെ അർത്ഥം വരിക. പാസ്റ്റിൽ നടന്ന സംഭവമാണ്. ഇങ്ങനത്തെ ഒരു സ്പെസിഫിക് ടൈം പീരിയഡ്, അതായത് ഇന്നലെ, മിനിഞ്ഞാന്ന് എന്നൊക്കെയുള്ള രീതിയിൽ ഡേറ്റ് തന്നിട്ടാണെങ്കിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ആണ് ഫോം ആയിട്ട് യൂസ് ചെയ്യുക. ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി സോ ആയിരിക്കും. അടുത്ത നോക്കാം, 7ാമത്തെ ക്വസ്റ്റ്യൻ. ബി ഇൻ ദ റെഡ് മീൻസ്. ഇതൊരു ഇഡിയം പോലത്തെ ഒരു ശൈലിയിലുള്ള പ്രയോഗമാണ്. ബി ഇൻ ദ റെഡ് എന്നുള്ള യൂസേജിന് നമ്മൾ അർത്ഥം എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അപ്പൊ ഇത് നമ്മൾ നോർമലി പെട്ടെന്ന് ഗസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. നമ്മൾ പഠിക്കാൻ വേണം ഇങ്ങനത്തെ കുറച്ച് ഇഡിയംസും അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വൊക്കാബുലറിയുടെ ഭാഗമായിട്ട് കുറച്ച് പഠിച്ചു വെക്കണം. ഏകദേശം ചിലതൊക്കെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻസ് ഉള്ളത് ഫൗണ്ട്, കോട്ട് ഇൻ എ സ്കാൻഡൽ, മേക്കിംഗ് എ ഫൈനാൻഷ്യൽ ലോസ്, ഇൻ ലെഫ്റ്റിസ്റ്റ് പൊളിറ്റിക്സ്. ഇതിന്റെ ഈ ബി ഇൻ ദ റെഡ് എന്നുള്ളതിന്റെ കറക്റ്റ് അർത്ഥം എന്താണെന്ന് പറയുന്നത്, അതായത് ആ ഇഡിയത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് മേക്കിംഗ് എ ഫൈനാൻഷ്യൽ ലോസ് എന്ന്. നമ്മളൊരു നഷ്ടത്തിലുള്ള കച്ചവടത്തിലാവുമ്പോഴാണ് നമ്മൾ ബി ഇൻ ദ റെഡ്, അതായത് നമ്മൾ ചുവപ്പിലാണുള്ളത്, ഡേഞ്ചറിലാണ് ഉള്ളത് എന്നുള്ള അർത്ഥത്തിലാണ് അതിന്റെ അർത്ഥം വരുന്നത്. സോ ഈ ബി ഇൻ ദ റെഡ് എന്ന ശൈലിയുടെ അർത്ഥം മേക്കിംഗ് എ ഫൈനാൻഷ്യൽ ലോസ്. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് ഇഡിയംസ് നമ്മൾ പല ലെസൺസിന്റെയും സമ്മറിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ മുമ്പ് പഠിച്ചൊക്കെ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ട് ഇടയ്ക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ഇഡിയംസ് മറന്നു പോകും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി. ഹാവിംഗ് നത്തിങ് ടു ഈറ്റ് ഐ മെയ്ഡ് ആൻഡ് ഡാഷ്. ഓംലെറ്റ്, 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 ഓംലെറ്റ്. അപ്പൊ എന്താണ്? സ്പെല്ലിംഗ് ആണ് നമുക്ക് ആവശ്യം. സ്പെല്ലിംഗ് അറിയേണ്ട കാര്യമാണ്. നമുക്ക് നല്ല അറിയുന്ന ഒരു വേർഡാണ് ഓംലെറ്റ്, പക്ഷെ അതിന്റെ സ്പെല്ലിംഗ്, അങ്ങനത്തെ കൺഫ്യൂസിങ് വേർഡ്സ് നമുക്ക് സ്ഥിരം യൂസ് ചെയ്യുന്നത് തന്നെ പെട്ടെന്ന് നമുക്ക് സ്പെല്ലിംഗ് തെറ്റാൻ സാധ്യതയുള്ള വേർഡ്സ് കുറച്ചെണ്ണം ഉണ്ട്. അതൊക്കെ മുമ്പ് കുറെ എക്സാമ്പിൾസിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ എക്സാമ്പിൾസ് ചെക്ക് ചെയ്യുക. അതുപോലത്തെ ഒരു വേർഡാണ് ഇതും, ഓംലെറ്റ്. അപ്പൊ ഓംലെറ്റിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ്. OMELETTEE. ഈ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. റൈറ്റ് ആൻസർ ഓംലെറ്റിന്റെ കറക്റ്റ് സ്പെല്ലിംഗ്. ഹാവിംഗ് നത്തിങ് ടു ഈറ്റ് ഐ മെയ്ഡ് ആൻ ഓംലെറ്റ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ഈ സ്പെല്ലിംഗ് ആയിരിക്കും. അപ്പൊ ആ സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അതുപോലത്തെ കോമൺലി മിസ്സ്പെൽഡ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് വേർഡ്സ് ഉണ്ട്, നമ്മൾ സ്ഥിരം തെറ്റിക്കുന്നതും PSC ചോദിക്കുന്നതുമായിട്ടുള്ള കുറച്ച് വേർഡ്സ് ഉണ്ട്. അതും നിങ്ങൾ എവിടെയെങ്കിലും റെഫർ ചെയ്തിട്ട് കുറെ എഴുതി വെക്കുക. കുറെ നമ്മൾ മുമ്പുള്ള ലെസൺസിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്ത് നോക്കാം, 9ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്പോസിറ്റ് ഓഫ് ദി വേർഡ് ഇൻഫീസിബിൾ ഈസ്. ഇൻഫീസിബിൾ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിന്റെ ഓപ്പോസിറ്റ് എന്താണ് വരിക എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഉള്ളത് അൺഫീസിബിൾ, പ്രാക്ടിക്കബിൾ, നോൺ ഫീസിബിൾ, ഇംപോസിബിൾ. അപ്പൊ നമുക്ക് ഇൻഫീസിബിൾ എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. എന്താ ആലോചിക്കുക, ഫീസിബിൾ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിന്റെ അർത്ഥം നമുക്ക് അതിന്റെ അർത്ഥം കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ പറ്റുമായിരുന്നു. എന്തായിരുന്നു ഫീസിബിൾ എന്ന് പറഞ്ഞാൽ? നമുക്ക് പറ്റുന്ന പ്രായോഗികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഫീസിബിൾ എന്ന് പറയാം. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ചെയ്യാൻ പറ്റാത്തത് എന്നാണ്. അപ്പൊ ഈ ഇൻഫീസിബിൾ എന്ന് പറഞ്ഞുള്ള വേർഡ് ഫീസിബിളിന്റെ ഓപ്പോസിറ്റ് വേർഡാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതാണ് ഇൻഫീസിബിളിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള അർത്ഥത്തിലുള്ളത് ഓപ്ഷൻസിൽ ഏതാണുള്ളത് നോക്കുക. ഏതാണുള്ളത്? വളരെ സിമ്പിൾ ആണ്. അങ്ങനെ ആ രീതിയിൽ ആലോചിക്കുമ്പോൾ ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. ഏതാണ്?
ഓപ്ഷൻ ബി പ്രാക്ടിക്കബിൾ, പ്രായോഗികമായ കാര്യങ്ങൾക്കാണ് പ്രാക്ടിക്കബിൾ എന്ന് പറയുന്നത്. ഇൻഫീസിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത, പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യങ്ങളാണ് ഇൻഫീസിബിൾ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി പ്രാക്ടിക്കബിൾ. 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ മീനിങ് ഓഫ് ദ പ്രോസ്ക്രൈബ്, മീനിങ് ഓഫ് ദ വേർഡ് പ്രോസ്ക്രൈബ് എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം എന്താണ്? നമുക്ക് ഇത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് മൈൻഡിൽ വരുന്ന വേറൊരു വേർഡ് ഉണ്ട്, എന്താണ്? പ്രിസ്ക്രൈബ് ആണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് അതാണ് ഈ വേർഡും എന്ന് തെറ്റിദ്ധരിച്ചിട്ട് എഴുതരുത്. കാരണം ഓപ്ഷൻസ് ഉള്ളതും അങ്ങനത്തെയാണ്. ഓപ്ഷൻ എ റൈറ്റ്, ഓപ്ഷൻ ബി ലിസ്റ്റ് മെഡിസിൻ, ഓപ്ഷൻ സി അലോ, ഓപ്ഷൻ ഡി ബാൻ. അപ്പൊ എന്താണ്? പ്രിസ്ക്രൈബ് അല്ല ഇവിടെ ചോദിച്ചിട്ടുള്ളത്, പ്രോസ്ക്രൈബ് ആണ്. അപ്പൊ പ്രോസ്ക്രൈബ് വൊക്കാബുലറിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വേർഡാണ്. അപ്പൊ ഇതിന്റെ റൈറ്റ് ആൻസർ വരുന്നത് ബാൻ എന്നാണ്, നിരോധിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. ഇനി നോർമൽ കേസിൽ പ്രിസ്ക്രൈബ് എന്ന വേർഡാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്, PRE ആണ് ചോദിച്ചിട്ടുള്ളെങ്കിൽ എന്തായിരിക്കും? ഡോക്ടർ രോഗിക്ക് മരുന്ന് കുറിച്ച് കൊടുക്കുന്നതിനാണ് നമ്മൾ പ്രിസ്ക്രൈബ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് റൈറ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. പക്ഷെ നമ്മളോട് ചോദിച്ചത് പ്രോസ്ക്രൈബ് ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ബാൻ ആയിരിക്കും. അപ്പൊ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ലെസണിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇനി ഈ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിച്ച ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒന്ന് സമ്മറിയിലൂടെ ഒന്ന് ഓടിച്ചു പോവാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സമ്മറി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കേണ്ട പോയിന്റ്സ്. ഗ്രാമർ പഠിക്കാൻ ക്വസ്റ്റ്യൻസ് വഴി ആദ്യം നോക്കിയ ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള പോയിന്റ്സ് ആണ് ലാസ്റ്റ് പറയാം. സമ്മറിയിൽ നമുക്ക് പോയിന്റ്സ് നോക്കാം. ആദ്യം പറഞ്ഞത് ലുക്ക് ഫോർവേഡ് ടു. ലുക്ക് ഫോർവേഡ് ടു എന്ന പ്രയോഗം വന്നിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുക ING ഫോം ഓഫ് ദി വെർബ്. ഏതാണോ വെർബ് അതിന്റെ ING ഫോം ആണ് യൂസ് ചെയ്യുക. അടുത്തത് ഇഫ് സെന്റൻസ് ഇൻ പോസിറ്റീവ്, അതായത് ഒരു സെന്റൻസ് വരുന്നത് പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവിലായിരിക്കും ഉണ്ടാവുക. ദേ മെയ്ഡ് ദ കാർ ഇൻ ജർമ്മനി, ഡിഡിന്റ് ദേ. അവിടെ ആ നോട്ട് എന്നുള്ള പ്രയോഗം വന്നു. നേരെ ഓപ്പോസിറ്റ്, നെഗറ്റീവ് ആണ് സെന്റൻസ് എങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവും ആയിരിക്കും. അടുത്തത് ക്വിക്ലി. ക്വിക്ലി ഒരു അഡ്ജക്റ്റീവ് ആണ്. നമ്മൾ എന്താണോ പ്രവൃത്തി ചെയ്തത് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളെയാണ് അഡ്ജക്റ്റീവ് വേർഡ്സിനെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി പറഞ്ഞൊരു പോയിന്റ്, സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉള്ള ഒരു സെന്റൻസ് ആണെങ്കിൽ അതിന്റെ ലാസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ എന്തായിരിക്കും? ഇൻ ആയിരിക്കും. ഇനി കോമൺലി മിസ്സ്പെൽഡ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ തെറ്റിക്കുന്ന കുറച്ച് വേർഡ്സ് ആണ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഓപ്ഷൻസിൽ കാണാം. എറ്റിക്യൂട്ട്, ഓംലെറ്റ്, പ്രൊണൗൺസ്, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ടുള്ള വേർഡ്സ് ആണ്. ഇങ്ങനെ തെറ്റാൻ സാധ്യതയുള്ള സ്പെല്ലിംഗ് ഉള്ള വേർഡ്സ് ആണ് ഇതൊക്കെ. അടുത്തത് ലാസ്റ്റ് മന്ത്, യെസ്റ്റർഡേ, അതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സെന്റൻസിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ആണ് ഫോമിൽ യൂസ് ചെയ്യുക. അപ്പൊ ഓപ്ഷൻസിൽ നിന്ന് സിമ്പിൾ പാസ്റ്റിന് സ്യൂട്ട് ആയിട്ടുള്ള വേർബ് പിക്ക് ചെയ്യാണ് ചെയ്യുക. അത് ഒരുപാട് തവണ ചോദിച്ചൊരു പ്രയോഗമാണ്. ലാസ്റ്റ് മന്ത്, യെസ്റ്റർഡേ, ലാസ്റ്റ് നൈറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ, ലാസ്റ്റ് ഡേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇനി വൊക്കാബുലറിയിലേക്ക് 2 വേർഡ്സും കൂടെ പഠിച്ചു വെക്കാൻ. ഇൻഫീസിബിൾ എന്ന് പറഞ്ഞാൽ അപ്രായോഗികമായ എന്നാണ്. ഞാൻ ഇവിടെ ആന്ന് എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. ഫീസിബിളിന്റെ അർത്ഥമാണ് പ്രായോഗികമായ. അതുപോലെ പ്രോസ്ക്രൈബിന്റെ അർത്ഥം എന്താണ്? നിരോധിക്കുക എന്നാണ്. ബാൻ ചെയ്യുക. പ്രിസ്ക്രൈബ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ മരുന്ന് കുറിച്ച് കൊടുക്കുക, അതായത് ലിസ്റ്റ് മെഡിസിൻ എന്നാണ് അത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ നല്ല ഇംഗ്ലീഷ് മാത്സ് ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ ഫ്രം IMA മാട്രിക്സ്.